നമുക്കേ കിടക്കാം. കിടക്കാം. രാജു, രാജു, എന്ത്? വിടാതെ പിന്തുടരുകയാണ്. കരുതലോടെ നിൽക്കണം. രാജു, രാജു ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ നിലത്തടിച്ച് വീഴുമായിരുന്നു. ഋതു വീഴാതിരിക്കാനല്ലേ ഞാൻ എപ്പോഴും കൂടെ ഉള്ളത്. ഇന്നലെ രാത്രിയിൽ തീരെ ഉറങ്ങിയിട്ടില്ല. എനിക്കത് സുഖമായിട്ട് ഉറങ്ങണമായിരുന്നു. ഋതു സുഖമായിട്ട് ഉറങ്ങിക്കോ. എനിക്കങ്ങനെ സുഖമായിട്ടൊരു ഉറക്കം കിട്ടില്ല. അതെന്താ? ഈ പകല് കിടന്നാ എങ്ങനെ ഉറങ്ങാനാ? ഋതു പോയി ഉറങ്ങ, പോയി കിടന്നുറങ്ങ. വേണു ആശാൻ, ഇത് ആർക്കായി രാത്രി ഫോൺ ചെയ്യുന്നത്? രാധമ്മേ, സൂക്ഷിക്കണേ. അച്ഛൻ രാജുവിനെ ഋതുമോളെയും വിളിക്കുക. മോശം പിടിച്ച കിളവി. എന്താ വേണുവേട്ടാ? ഫോൺ റേഞ്ചിലല്ല, കിട്ടണില്ലടി. രണ്ടിന്റെയും പണി തീർന്നു കാണും. പിന്നെ എങ്ങനെ ഫോൺ എടുക്കാനാ? നിങ്ങൾക്കൊരു സാമാന്യ മര്യാദ ഇല്ലാത്തതാ എനിക്ക് അത്ഭുതം. ഞങ്ങൾക്ക് എല്ലാവർക്കും സാമാന്യ മര്യാദയുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയും. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും യാതൊരു സ്വസ്ഥതയില്ലാതെ വെടികൊണ്ട പന്നികളെ പോലെ ഉഴറി നടന്ന പിള്ളേരാ. അവര് സ്വസ്ഥതയായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുമ്പോ ഇങ്ങനെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. മക്കളെ ഏത് വഴിക്ക് പോയാലും മാതാപിതാക്കൾക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് വിളിച്ചു പോയതാ. രാധമ്മേ, ശ്രീലക്ഷ്മിയുടെ പ്രശ്നങ്ങള് അങ്ങനെ തന്നെ കിടക്കുമല്ലേ? മാഡം അവരോട് സംസാരിക്കാന്ന് പറഞ്ഞല്ലോ. അംബിക രുക്മിണിയോട് സംസാരിക്കാന്ന് പറഞ്ഞ എന്നാ രുക്മിണി കേക്കും. കേട്ടോ രാധമ്മേ, ഈ അംബികയും രുക്മിണിയും ഒരു കാലത്ത് ഇരട്ട പെറ്റ സിസ്റ്റേഴ്സിനെ പോലെ നടന്നിരുന്നത്. ഇവര് പാര വയ്ക്കാത്ത മനുഷ്യർ ഈ നാട്ടിലില്ല. ഇതെന്തൊക്കെയാ ഇവര് പറയുന്നേ? എനിക്ക് രുക്മിണിയായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്കവരെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ഇവരിങ്ങനെ ആയിപ്പോയി മാഡം. പ്രായം 100 കഴിഞ്ഞെന്നാ തോന്നുന്നേ. ഓർമ്മ തീരെയില്ല. എടിയടി, പ്രായം പറഞ്ഞെന്നെ അധിക്ഷേപിച്ചാലുണ്ടല്ലോ, ഈ വരുന്ന കർക്കിടകത്തില് 40ലേക്ക് നടപ്പാ. അപ്പൊ 10ാമത്തെ വയസ്സിലാണോ നിങ്ങൾ ജയേട്ടനെ പ്രസവിച്ചത്? ജയേട്ടനിപ്പം വയസ്സേ 10-36 നിങ്ങൾ ഈ വഴക്കൊന്ന് മാറ്റ്. ഞങ്ങളിവിടെ ഒരു ഗൗരവമുള്ള കാര്യം പറയല്ലേ. ഞാനേ ശ്രീലക്ഷ്മിയോട് സംസാരിക്കാം. എന്നാലേ പ്രശ്നങ്ങൾ സോൾവ് ആവൂ. അതങ്ങനെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല മാഡം. ശ്രീലക്ഷ്മി ആര് പറഞ്ഞാലും ഒന്നും കേൾക്കൂല. അവള് അനുഭവം കൊണ്ടേ പഠിക്കൂ. ഒരു മിനിറ്റ്.
പറയടാ. പുറത്ത് വെച്ച് തട്ടാന്ന പ്ലാനുകളും പാഴായി. അവരവിടുന്നൊക്കെ രക്ഷപ്പെട്ടു. ശേ, അപ്പോ വിഷവാദം കടത്തിവിട്ട് തീർക്കാനാ നെക്സ്റ്റ് പ്ലാൻ. അത് സക്സസ് ആവും. എടാ, അവിടെയിട്ട് എങ്ങനെയെങ്കിലും തീർത്തേക്കണേ. ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കെ. എന്തായാലും ജീവനോടെ അവരെ ഞാൻ ഇവിടുന്ന് വിടില്ല. ശരിയടാ മോനെ. അവരെ തീർത്ത് കഴിഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ സ്വത്താ നിന്റെ കൈകളിൽ വരാൻ പോന്നേ. അത് നീ മറക്കണ്ട. ശരിയമ്മേ. എന്താ രാജു ഇവിടുന്ന് വെള്ളം പോലും കുടിക്കണ്ടെന്ന് പറഞ്ഞ? അത് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചല്ലോ. അല്ല എന്നാലും വേണ്ടാന്ന് തോന്നി. ബാക്കി പിന്നെ പറയാം. നമുക്കേ കിടക്കാം. കിടക്കാം. രാജു രാജു എന്ത് രാജു രാജു ശ്വാസം മുട്ടുന്നു. ഒന്നുമില്ല. രാജു 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 ഇത് ചതിയാ. അംബികയുടെയും ദീപകിന്റെ ചതി. പുറത്തോട്ടുള്ള വാതിലെല്ലാം പൂട്ടിയിരിക്കുക. എന്റെ ഋതുവിനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഇവരുടെ മുമ്പിൽ കീഴടങ്ങില്ല. പേടിക്കണ്ട. എന്റെ അമ്മയുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രണ്ടിനെയും ഇന്ന് ഞാൻ ജീവനോടെ വിടില്ല. ചുട്ട് ചാമ്പലാക്കി കളയും. രാജു